ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സ്റ്റൗ ഒക്കെ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പം അതിന് സഹായിക്കുന്ന ടിപ്പാണ് നമ്മുടെ വാസ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരല്പം വാസ്ലിൻ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയിലൊക്കെ പ്രത്യേകിച്ച് നമുക്കത് ഒരല്പം വാസ്ലിൻ നമുക്കിതിലൊന്ന് തേച്ച് കൊടുക്കുക. അപ്പം അതിൻ്റെ കറക്റ്റുള്ള വൃത്തി നിങ്ങൾക്ക് ശരിക്കും ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതുപോലെ ജസ്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു അപ്പോൾ അത് കണ്ട ഞാനൊരു അല്പം വാസ്ലിൻ വെച്ചിട്ട് അയച്ചതാണ്, തുടച്ചതാണ്. ഞാനത് ഒരു തുണി വെച്ചിട്ടൊന്നും ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ശരിക്കുള്ള ഒരു വൃത്തി നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും. നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റവൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും കേട്ടോ. നല്ലൊരു വൃത്തി ഫീൽ ചെയ്യും. അപ്പം ഞാൻ ഗ്യാസിൻ്റെ പിന്നാലെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും അത് എന്തിനാണെന്ന് അതിൻ്റെ ആവശ്യം എന്താ വെച്ചാൽ നമുക്ക് തെറിക്കുന്നതിന് നമ്മുടെ ടൈലിലേക്കൊക്കെ തെറിക്കുന്നതിന് വേണ്ടി വെച്ചതാണ് കേട്ടത്. അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാനങ്ങനെ വെച്ചിട്ടുള്ളത്. അത് കണ്ട നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആണ് നമ്മുടെ വാസ്ലിൻ. നല്ലൊരു ഗ്ലേസിങ് ഏജന്റ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ നമുക്കൊരു അല്പം വാസ്ലിൻ പുരട്ടിയതിന് ശേഷം നമ്മൾ തുടച്ചു കൊടുക്കുകയാണെങ്കിലും നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും. ഇവിടെ ഞാനതൊരു അല്പം വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ തുടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കറക്റ്റ് വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാകും. നല്ലൊരു ക്ലിയർഡ് കണ്ടോ. അത്രയും ക്ലീൻ ആൻഡ് ക്ലിയർഡ് ആയിരിക്കും നമ്മുടെ വാസ്ലിൻ വെച്ചിട്ട് തുടച്ചെടുത്താൽ. അതുപോലെ തന്നെയാണ് നമ്മുടെ ടിൻ ഐറ്റംസിലൊക്കെ മൂടികളിലൊക്കെ പലപ്പോഴും ഇതുപോലെ പൊടികൾ വന്ന് നിൽക്കാറുണ്ട്. അതിന് നമുക്കൊരു അല്പം വാസ്ലിൻ എടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് നല്ല വൃത്തി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബോട്ടിലെ ഇതുപോലെ ഇത്തരം ടിന്നിൻ്റെ ഒക്കെ മൂടികളിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ലൊരു വൃത്തി ഉണ്ടാവും കേട്ടത്. അപ്പോൾ നമ്മുടെ കഴുകിയ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇതിപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇത് ഞാൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കിത് കാണാം. കണ്ടോ, നല്ലൊരു വൃത്തി വരും. കണ്ടോ, അപ്പോൾ ഇത് കണ്ടോ, ഇത് എങ്ങനെ ഇരുന്ന് മൂടിയായിരുന്നു കണ്ടോ. അത്രയും നല്ലൊരു ഗ്ലേസിങ്ങും നല്ലൊരു വൃത്തിയൊക്കെ വന്നത് അല്പം വാസന ഇട്ട് തുടച്ചതിന് ശേഷമാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇതുപോലെയുള്ള നമ്മുടെ മൂടികളൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. കുറച്ച് വാസലിൻ ഇട്ട് പുരട്ടിയാൽ മതി, അതിനുശേഷം ചെയ്താൽ മതി. അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ്, നമ്മൾ കോംബ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ചീർപ്പിൽ ഒരു അല്പം വാസലിൻ പുരട്ടി കൊടുക്കുക. അതിനുശേഷം ഹെയർ ഒക്കെ കോംബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെയറിലെ ചിക്കൊക്കെ പെട്ടെന്ന് പോയി നമ്മുടെ ഹെയർ ഒക്കെ നല്ല സ്ട്രൈറ്റൻ ആയി നിൽക്കാൻ സഹായിക്കും. അപ്പോൾ എണ്ണ ഇടാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത്. കുട്ടികളുടെ മുടിയൊക്കെ ചീകുന്നതിന് തൊട്ട് മുൻപ് മുടിയിലോ അല്ലെങ്കിൽ ഒരു അല്പം വളരെ കുറച്ച് എമൗണ്ട് മാത്രം ഇട്ടാൽ മതി കേട്ടോ. നമ്മുടെ കോമ്പിലോ ഇട്ടതിന് ശേഷം നന്നായി മുടി ചീനി കൊടുക്കുക. അപ്പോൾ മുടിയിലൊക്കെ അത്യാവശ്യം എണ്ണമയം ഉണ്ടാകും. എന്നാൽ ഓവറായിട്ടുള്ള എണ്ണമയം ഉണ്ടാകില്ല. മുടി നല്ല സ്ട്രൈറ്റൻ ആവാനൊക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ ധാരാളം ടിപ്പുകളുണ്ട് ഇങ്ങനെ വാസലിൻ ഉപയോഗിച്ച്. അപ്പോൾ ഇത് ചില്ലറക്കാരനല്ല.